അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, സൂഫിസത്തെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു. ഇപ്പം ഞാൻ നിൽക്കുന്നത് കാഞ്ഞിരമുറ്റം ദർഗയിലാണ്. കാഞ്ഞിരമുറ്റം ഷെയ്ഖ് ഫരീദുദ്ദീൻ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവറുകളുടെ മക്കാമിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. മഹാനവറുകളെ കുറിച്ച് പലർക്കും അറിവുണ്ടാവാം. ഓരോ ഭാഗത്തും ഇതുപോലെ ധാരാളം മക്കാമുകൾ നമുക്ക് കാണാൻ പറ്റും. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇത്തരം ദർഗകൾ ഇവിടെ ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. അതിന്നും നിലനിൽക്കുന്നു എന്നുള്ളത് ആണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. ഒരാൾക്ക് ഒന്നിനോടൊരു വിശ്വാസം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അനുഭവങ്ങൾ കൊണ്ടുണ്ടാകുന്ന വിശ്വാസങ്ങൾ ആർക്കും തകർക്കാൻ കഴിയില്ല. എന്നാൽ കേട്ടറിഞ്ഞ അറിവ് വെച്ചുകൊണ്ട് നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ പലർക്കും പല സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കാരണം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ എന്ന് പറയുന്നത് വലിയ അള്ളാഹുവിന് പൂർണ്ണമായും വഴിപ്പെട്ട് ജീവിച്ചവർ. ഈ വഴിപ്പെട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ ശരീഅത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള സാധാരണക്കാരായ ആൾക്കാരൊക്കെ അവരെ കുറിച്ച് അവർ മനസ്സിലാക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഞാൻ ഏകദേശം മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പറയണത്. ഇവർ ഫുൾ ടൈം ഇബാദത്തിലായിരിക്കും, സദാസമയവും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലായിരിക്കും, ഈ 24 hours നിസ്കാരമായിരിക്കും. അങ്ങനെ ഒരു നിസ്കാരം എന്തായാലും നമുക്ക് തന്നിട്ടില്ല. 5 നേരത്തെ നമസ്കാരമുണ്ട്, അതിന് 5 സമയങ്ങളുണ്ട്. ആ സമയങ്ങളിലാണ് നിസ്കാരം പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ഗ്യാപ്പുകളൊക്കെ സാധാരണക്കാരായ ആളുകളൊക്കെ ജോലി ചെയ്യുന്നവരും ഉറക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് പോകുന്നവരാണെങ്കിൽ, സൂഫികൾ എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് 24 മണിക്കൂറും ഇങ്ങനെ സ്തുതി പാടിക്കൊണ്ടിരിക്കുന്നതെന്ന് പരിശോധിക്കണം. അപ്പോൾ അത്തരം മഹാന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുടെ കൂടെ സഞ്ചരിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ മടവൂർ ഷെയ്ഖിനെ കുറിച്ചിട്ട് പല ആളുകളും പല രീതിയിൽ വ്യാഖ്യാനങ്ങൾ നടത്തുന്നുണ്ട്. ഞാനും അവരെ കണ്ട ഒരാളാണ്. മൂപ്പൻ്റെ വീട്ടിൽ ഏതാണ്ട് അവരുടെ ഈ ദുനിയാവിൽ നിന്നുള്ള താൽക്കാലികമായ വിടപറയലിന് സാക്ഷ്യം വഹിച്ച ഒരാളാണ് ഞാൻ. എന്താണ് താൽക്കാലികമായ വിടപറയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി, പക്ഷെ ഇന്നും അവർ ഹയാത്തിലാണ് എന്ന് പറയുമ്പോൾ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അവർ മരിച്ചു പോയില്ലേ എന്ന് പറയുന്നവരാണ് ഏറ്റവും അധികം ആളുകളുള്ളതെങ്കിൽ, അവർ മരണപ്പെട്ടതിന് ശേഷം അവരെ അടക്കം ചെയ്തിരിക്കുന്ന മടവൂർ എന്ന് പറയുന്ന ആ ദേശത്ത്, ആ പള്ളിയുടെ മുന്നിൽ അവരെ സംസ്കരിച്ചിരിക്കുന്ന ആ സ്ഥലം വലിയൊരു ദർഗയായി രൂപം പ്രാപിക്കുകയും വലിയൊരു മഹല്ലായി മാറുകയും ധാരാളം ആളുകൾ വന്നു കയറുന്ന, അതും വിശ്വാസികളായ ആളുകൾ വന്നു കയറുന്ന ഒരു വലിയ പുണ്യസ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുകളും അവരവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളൊക്കെ പറയാനാണ് വരുന്നത്. ചിലർ അവരെ കണ്ടതിൻ്റെ പേരിൽ അവരോടുള്ള മുഹബത്ത് കൊണ്ട് എത്തുന്നവരുണ്ട്. ഞാൻ അങ്ങനെ പോകുന്ന ഒരാളാണ്. എപ്പോഴും പോകാറില്ല. ഏതെങ്കിലും ഒരു മുഹൂർത്തത്തിൽ മനസ്സിൽ തോന്നിയാൽ അവിടെ എത്തും, അല്പനേരം അവിടെ പുറത്ത് വിശ്രമിക്കും, അവരെ കണ്ട കാര്യങ്ങൾ ഓർക്കും. നമ്മളും അതുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കും, പരിശ്രമിക്കും. എന്നാലും സ്വാഭാവികമായിട്ടുള്ള മനുഷ്യൻ, നമ്മളൊന്നും ആ മേഖലയിലേക്ക് 24 hours ഇറങ്ങാൻ വിധിക്കപ്പെട്ടവരല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ മനസ്സിലായവരോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളറിയാത്ത പല കാര്യങ്ങളും നമ്മളറിയുന്നത്
കേട്ടുകേൾവി. ഒരു വിഷയത്തെക്കുറിച്ച് ആരെങ്കിലും വന്ന് പറയുന്നു, ഇപ്പോൾ ഒരാൾ അമേരിക്കയിൽ പോയി വന്നിട്ട് പറയുന്നു, അയാൾ അമേരിക്കയിലെ കഥ പറയുമ്പോൾ നമുക്ക് കേട്ടിരിക്കുകയാണ്. അയാൾ ഓരോ വഴികളും ഇടനാഴികളൊക്കെ പറയുമ്പോൾ കേട്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ അമേരിക്ക കണ്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ വന്ന് നമുക്ക് വിശദീകരിച്ച് തരുമ്പോൾ നമ്മളൊരു ആസ്വാദനത്തിൽ അങ്ങനെ ഇരുന്ന് കേൾക്കും. എന്നാൽ സഞ്ചാരി അല്ലെങ്കിൽ സഞ്ചാരം എന്ന് പറയുന്ന ഒരു ചാനൽ, അദ്ദേഹം സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹം പോയി പല രാജ്യങ്ങളും വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്തരം വീഡിയോകൾ കണ്ടവർ ഈ അമേരിക്കയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വീഡിയോയിലൂടെ കണ്ടവരാണെങ്കിൽ ഈ പറയുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാകും, വഴികൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കേവലം ഒരു മനസ്സിലാക്കലല്ലാതെ ആ അമേരിക്കയെ ഒന്ന് സ്പർശിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവിടെ തന്നെ പോകേണ്ടി വരും. അല്ലാതെ കേട്ട ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ ആ അമേരിക്ക മൊത്തം ക്യാമറയിൽ പകർത്തിയിട്ടില്ല. അദ്ദേഹത്തിന് സഞ്ചരിച്ച് പോകാൻ പറ്റുന്ന വഴികൾ മാത്രമാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ആ അമേരിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് എന്തെല്ലാം ഉണ്ട്, എങ്ങനെയാണ് ആ രാജ്യം നിലകൊള്ളുന്നത്, അവിടുത്തെ മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ആഹാര രീതി, ഇത് എത്ര പേർക്കറിയാം? നമ്മളാരും അത് അന്വേഷിക്കുന്നില്ല. അത് അന്വേഷിക്കുന്നവർ ഏകദേശം അത് മനസ്സിലാക്കും. പിന്നെ അത് അനുഭവിച്ചറിയണമെങ്കിൽ, അവർ കഴിക്കുന്ന ആഹാരത്തിൻ്റെ രുചി അറിയണമെങ്കിൽ നമ്മൾ തന്നെ തിന്ന് നോക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ തിന്നാലാണ് നമുക്കതിൻ്റെ രുചി മതി. ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ അമേരിക്കയിൽ ചെന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇന്ന സാധനം കഴിച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കെന്ത് മനസ്സിലായി? പക്ഷെ ആ ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ തന്നെ കഴിക്കണം. എങ്കിൽ മാത്രമേ ആ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കുള്ളൂ. അല്ലാണ്ട് അയാൾ കഴിച്ച സാധനം വെറും കൊള്ളൂലാത്തൊരു സാധനം, ഇതാണോ വലിയ ഫുഡ് എന്നൊക്കെ പറയണതെന്ന് കേവലം കണ്ടു പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, എന്ത് കാര്യമായാലും കേട്ടത് കൊണ്ട് തർക്കിക്കരുത്. ആ കേട്ട വിഷയം നമ്മളൊന്നുള്ളിലേക്ക് എടുക്കുകയും എന്നിട്ട് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുകയും എന്നിട്ട് നമ്മൾ തന്നെ അനുഭവിച്ച് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ വിശ്വാസങ്ങൾ സത്യമാവുള്ളൂ. ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ കാരണം, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ സുഹൃത്ത് ഷാഹുൽ എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര്. സത്യത്തിൽ ഞാനൊന്നും ഇങ്ങനത്തെ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുന്നാണ്, ഇങ്ങനത്തെ വിശ്വാസങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു വരുന്നതിന് മുന്നേ ഇങ്ങനൊരു ഏർവാടിയെക്കുറിച്ചും നാഗൂറിനെക്കുറിച്ചും മുത്തുപ്പേട്ടയെക്കുറിച്ചൊക്കെ വാദോരാതെ സംസാരിക്കുന്ന ഒരാളായിരുന്നു ഷാഹുൽ. അദ്ദേഹത്തിൻ്റെ ഉമ്മ അത്തരം സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്, ആ കഥ വന്ന് അവനോട് പറയാറുണ്ട്. ആ കഥയാണ് ഞങ്ങളോട് പറയുന്നത്. ഇവൻ ഒരു സ്ഥലത്തും പോയിട്ടുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു നാൾ, അപ്പോൾ എനിക്കും ഉള്ളിലേക്ക് കഥയൊക്കെ കേട്ടപ്പോൾ ഒരു ആഗ്രഹം വന്നു, അങ്ങനെയൊക്കെ പോകാൻ പറ്റും. അന്നത്തെ പ്രായം നമുക്ക് 10-22 വയസ്സുള്ളൊരു സമയമാണ്. സ്വന്തമായിട്ടൊന്നും യാത്ര ചെയ്ത് ശീലങ്ങളില്ല, ഇന്നത്തെ പോലത്തെ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒറ്റയ്ക്ക് പോകാനൊക്കെയുള്ള മാനസികപരമായ ധൈര്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ ചെറുപ്പക്കാർ ലോകം മുഴുവനും ചുറ്റിയിട്ട് വരും. 18 വയസ്സാകുമ്പോൾ തന്നെ ലോകം മുഴുവൻ, അത്രയും സംവിധാനങ്ങൾ ഇന്നുണ്ട്. ഇന്ന് അതില്ല. കാരണം നമ്മൾ വീട് വിട്ടു പോയി കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനൊരു സംവിധാനമില്ല. ഇന്ന് മൊബൈലുണ്ട്, എവിടെ പോയിരുന്നാലും നമുക്ക് മൊബൈൽ വഴി എന്ത് കാര്യവും സംസാരിക്കാം. അതുകൊണ്ട് എങ്ങോട്ട് പോകാനൊരു ധൈര്യം മനസ്സിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അന്ന് അങ്ങനെയല്ല. നമ്മൾ പോയാൽ നമ്മൾ എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്താമെന്നല്ലാതെ നമ്മളെ അറിയാൻ യാതൊരു മാർഗവുമില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരം നാഗൂരിനെക്കുറിച്ചും മുത്തുപ്പേട്ടയെക്കുറിച്ചൊക്കെ കേട്ട് അറിഞ്ഞപ്പോൾ അത്തരം സ്ഥലങ്ങളൊക്കെ കാണണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ ഉടലെടുത്തു. അവൻ്റെ ഉമ്മ പറഞ്ഞ കഥകളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടുകാരും കുറേ അനുഭവങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ അനുഭവങ്ങൾ കേൾക്കുകയാണ് നമ്മൾ, അനുഭവിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ പയ്യെ ഈ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ രംഗപ്രവേശം ചെയ്യാൻ തുടങ്ങി. സലഫികളൊക്കെ വരാൻ തുടങ്ങി. ഇന്നൊക്കെയാണ് നമ്മൾ ഈ സലഫി, ജമാഅത്ത് ഇസ്ലാമി, ഖാദിയാനി, തബ്ലീഗ് ഇങ്ങനെയൊക്കെ കുറേ വിഭാഗങ്ങളെക്കുറിച്ച് കേൾക്കുന്നത്. അന്ന് ഒരു സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ, വേറെ അങ്ങനെയല്ല. തബ്ലീഗ് ആ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, എങ്കിലും കൂടുതലൊന്നും അവരുടെ ഇത് നമുക്കറിയാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇന്ന് വ്യാപകമാണ് പലതും. ഇന്ന് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ പരസ്പരം സംവാദം നടത്തുന്ന മുസ്ലിങ്ങളെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ യഥാർത്ഥ മുസ്ലിം ആരാണെന്ന് തന്നെ സംശയമാകേണ്ട സ്ഥിതിയിലേക്കായിപ്പോയി എല്ലാ ആളുകളും. ഓരോ ആളുകളും ഞാനാണ് ശരി, അവർ ചെയ്യുന്നത് തെറ്റാണ്, ഇവർ ചെയ്യുന്നത് ശരിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ മതത്തിൽ നിന്നൊന്ന് പുറത്തു നിന്ന് വീക്ഷിക്കുമ്പോൾ ഇവരെല്ലാവരും പരസ്പരം പറയുകയാണ് ഞങ്ങളാണ് ശരി എന്ന് പറയുമ്പോൾ ഇതിലാരാണ് ശരിയെന്ന് തന്നെ നമ്മൾ തന്നെ ആശയക്കുഴപ്പത്തിലാണ്. എന്തായാലും മരിച്ചു കഴിയാതെ ഇപ്പോൾ സത്യം മനസ്സിലാക്കാനും പറ്റില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ നമ്മൾ ഈ കേട്ടറിഞ്ഞ കാര്യത്തിലൂടെ സഞ്ചരിക്കാനുള്ളൊരു മനസ്സുണ്ടാക്കണം. അപ്പോൾ ഞാനും അങ്ങനെ ഏർവാടി ഒന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ
കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇതേപോലെ GCDA കോംപ്ലക്സിൻ്റെ പുറകിൽ ഞങ്ങളെല്ലാവരും വൈകുന്നേരം കൂടും. അങ്ങനെ ആ വൈകിട്ട് കൂടുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഏർവാടിയെക്കുറിച്ച് അവനോട് സംസാരിച്ചു. ഞാനിങ്ങനെ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അവൻ്റെ മുഖഭാവങ്ങളൊക്കെ മാറി. എടാ തട്ടിപ്പാടാട്, അങ്ങോട്ടൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പോയി, എൻ്റെ എല്ലാ വിശ്വാസവും പോയി. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവിടുത്തെ മഹാന്മാരെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചിരുന്ന അവൻ ഇപ്പോൾ പറഞ്ഞത് ആ സ്ഥലം പ്രശ്നമാണ്, ആ സ്ഥലത്തെയാണ് അവൻ കണ്ടത്. ഇബ്രാഹിം ബാത്തിഷാനെയോ അല്ലെങ്കിൽ അബ്ബാസ് മന്ത്രി എന്നറിയപ്പെടുന്ന അബ്ബാസിനെയോ ഡോക്ടർ ഹക്കീം എന്ന് പറയുന്ന മഹാനവറുകളെയോ അതൊന്നുമല്ല. അവിടെ ചെന്നപ്പോൾ കുറേ ഭിക്ഷക്കാരെയും അവിടുത്തെ കമ്മിറ്റിക്കാരെയും അവിടെ പണം പിരിക്കുന്ന കുറേ ആളുകളെയും ഇതൊക്കെ അവിടുത്തെ ആ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടാണ് അവൻ്റെ മനസ്സിലെ വിശ്വാസം പോയത്. നമ്മൾ ആരെയാണ് കാണാൻ പോകുന്നത്? ഇപ്പം ഞാൻ കാഞ്ഞിരമുറ്റത്ത് വന്നിരിക്കുന്നതാണ്. ഞാൻ വന്നത് ഇവിടെ ഷെയ്ഖ് ഫരീദുദ്ദീൻ വലിയുള്ളാഹി അവരെ കാണാൻ വന്നതാണ്, ഇവിടുത്തെ കാഴ്ച കാണാൻ വന്നതല്ല. കാഴ്ച കാണാനാണെങ്കിൽ നമുക്ക് വല്ല സുഭാഷ് പാർക്കിലോ ഭംഗിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ പോരെ, ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലായിടത്തും പലതരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉണ്ടാവും, മനുഷ്യരാണ്. അപ്പോൾ ചോദിക്കും, ഇവരൊക്കെ വലിയ അത്ഭുതങ്ങളുള്ളവരാണെങ്കിൽ അവരെ ശിക്ഷിച്ചുകൂടെ എന്ന് ചോദിക്കുന്നത് കാണാം. ആയിക്കോട്ടെ, അവർ സാധാരണ മനുഷ്യരാണ്. അവർ അള്ളാഹുവിനെ സ്നേഹിച്ചു. അവരുടെ ജീവിതകാലത്ത് അവർ സൂക്ഷ്മത പാലിച്ച് മര്യാദയോടുകൂടി ജീവിച്ചതിൻ്റെ ഫലമായി അവർ മൺമറഞ്ഞു. അവരടക്കം ചെയ്തതാരാണ്? അവർ സ്വയം അടങ്ങിയിട്ട് കബറുണ്ടാക്കിയതല്ലോ, ദർഗ ഉണ്ടാക്കിയതല്ലോ. അവർ സ്നേഹിച്ചവരാണ് അത് ഉണ്ടാക്കിയത്. അപ്പോൾ അവർക്ക് മനസ്സിലായ സത്യത്തിൻ്റെ പുറത്താണ് ആ ദർഗ അവിടെ ഉണ്ടാകുന്നത്. അല്ലാതെ അവരുണ്ടാക്കിയ ദർഗകളൊന്നും ഇല്ല, ഒരു മഹാനുണ്ടാക്കിയ ദർഗയും ഇവിടെ ഇല്ല. എല്ലാം അവരെ സ്നേഹിച്ചവരാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണെല്ലാം. അപ്പോൾ ആ സ്നേഹിച്ചവരാണ് അവിടെ വരുന്നത്, മനസ്സിലാക്കിയവരാണ് വരുന്നത്. പിന്നെ മനസ്സിലാകാതെ വരുന്ന പല ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഹിന്ദുക്കളെയൊക്കെ കാണാം. ഇപ്പോൾ ഞാനിവിടെ കാഞ്ഞിരമുറ്റത്ത് വന്നപ്പോൾ ധാരാളം ഹിന്ദുക്കളെ ഞാൻ കണ്ടു. ഏറ്റവും അധികം നമ്മുടെ പള്ളികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഹിന്ദുക്കളെയാണ് പൊതുവെ കാണാറ്. നല്ല വിശ്വാസത്തോടു കൂടിയാണ് അവർ വരുന്നത്. അവർ എല്ലാത്തിനെയും റെസ്പെക്റ്റ് ചെയ്യുന്നു. അതുപോലെ നമ്മളും എല്ലാ അമ്പലങ്ങളെയും എല്ലാത്തിനെയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പാഠമാണ് നമുക്ക് മഹാന്മാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നിനെയും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ സർവ്വ ചരാചരങ്ങളും അള്ളാഹുവിൻ്റെതാണ്. കല്ലായാലും മുള്ളായാലും തൂണായാലും തുരുമ്പായാലും ഒക്കെ റബ്ബിൻ്റെ സൃഷ്ടി കൊണ്ട് തന്നെ ഉണ്ടായതാണ്. അപ്പോൾ എല്ലാത്തിലും അവൻ്റെ ഒരു ദർശനം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പലരും പല രീതിയിൽ അത് കാണുകയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ്. അതിലേക്കൊക്കെ നമ്മൾ ഇറങ്ങിച്ചെന്ന് തർക്കിക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. അപ്പോൾ ഞാൻ പൊതുവെ പറഞ്ഞു വന്നത് അവനിക്കുണ്ടായ അനുഭവം. അവിടെ ചെന്നപ്പോൾ അവൻ്റെ പുറകെ കുറേ സ്ത്രീകൾ കൂടി കാശ് ചോദിക്കാൻ തുടങ്ങി. ശല്യമായി. ആ ശല്യമാണ് അവനിക്ക് ബുദ്ധിമുട്ടായത്. പിന്നെ അവിടുത്തെ എന്താ പറയുക, ശുദ്ധിയില്ലായ്മ. കാരണം അത്രയും വളരെ മോശമാണ്. ഇപ്പോഴും അവിടുത്തെ മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും വളരെ മോശമായ അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. കാരണം റോട്ടിലൂടെയൊക്കെ നടന്നു പോകണമെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചൊക്കെ നടന്നു പോകണം. ഇല്ലെങ്കിൽ പകുതി മുക്കാലും നമ്മൾ അഴുക്കി കൂടിയൊക്കെ ചവിട്ടി നടക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും പണവും പിരിവും ഒക്കെ ഉണ്ടായിട്ടും ആ സ്ഥലത്തെ ശുദ്ധീകരിക്കാനായിട്ട് അവിടുത്തെ കമ്മിറ്റിക്കാർ പോലും തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ പല ഉടായിപ്പിൻ്റെ ആൾക്കാരും വന്ന് താമസിക്കുന്നതൊക്കെ ഈ പറഞ്ഞ ഇത്തരം ദർഗകളുടെ പരിസരങ്ങളിലായിരിക്കും. കാരണം ഇവരാരും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഇത്തരം മക്കാമുകളുടെ അരികിലേക്ക് വരും, അവിടെ വന്ന് റൂമെടുക്കും, താമസിക്കും. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഇങ്ങനെയുള്ള ദർഗകളിലൊക്കെ പരിസരങ്ങളിൽ വന്ന്, അതിപ്പോൾ ക്ഷേത്രങ്ങളായാലും അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ അവിടെയൊക്കെ ലോഡ്ജുകളുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ വന്ന് താമസിക്കി കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് ഒരു ഭക്തൻ വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഒരു വിശ്വാസി വന്നിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ ഈ ഉടായ്പ് കാണിക്കുന്ന ടീമൊക്കെ ഇവിടെ വന്ന് റൂമെടുത്ത് തങ്ങിയിട്ട് അവിടെ നിന്ന് അവരെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ന്യൂസ് എന്തായിരിക്കും? ഇത്തരം ദർഗകളാണ് അനാചാരങ്ങൾക്ക് കാരണമെന്ന് പറയും. അപ്പോൾ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാവരും, ഈ മഹാന്മാർ വലിയ കഴിവുള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നശിപ്പിച്ചുകൂടെ, അല്ലെങ്കിൽ അവരെ ഇതാക്കിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കുന്നതിന് അവരെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തുക. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അള്ളാഹു അറിയാത്ത രഹസ്യവും പരസ്യവും ഒന്നുമില്ല. അപ്പോൾ അള്ളാഹാണ് ഏറ്റവും വലിയവൻ. ആ ഏറ്റവും വലിയവനായ അള്ളാഹുവിന് ഈ നാടിനെ നന്നാക്കിക്കൂടെ? ഈ ആ നാടിനെ നേരെയാക്കിക്കൂടെ? അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ച് അറിയുകയും, അള്ളാഹുവിനെ ഇപ്പോൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അള്ളാനെ
എങ്ങനെയാണ് നമ്മളൊക്കെ അള്ളാഹുവിലേക്കുള്ള വിശ്വാസം വന്നത്? പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജീവിത കാലഘട്ടത്തിൽ അനുഭവിച്ച് മനസ്സിലാക്കിയ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കി വിശ്വസിച്ച ധാരാളം സഹാബത്തുക്കൾ, ആ സഹാബത്തുക്കളിലൂടെയാണ് എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കിയത്. അപ്പം അതുകൊണ്ട് അനുഭവിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും ഫലപ്രദമായ കാര്യം. അതുകൊണ്ട് സത്യം തിരിച്ചറിയാൻ നമ്മൾ വീഡിയോ കണ്ടതുകൊണ്ടായില്ല അത്തരം സ്ഥലങ്ങളിലേക്ക് നമ്മൾ ചെല്ലുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഒരാളോടല്ല ഒത്തിരി പേരോട് ചോദിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കെൻ്റെ യഥാസ്ഥിതി മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് പിന്നെയും സംസാരിക്കാം.